ഹായ് സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് റൂൾസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നൗ വി ആർ ഗോയിങ് ടു അനദർ ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് അപ്ലിക്കബിൾ സൈഡ്. ഇൻ്റഗ്രേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നൊരു ഭാഗമാണ് ഫൈൻഡിങ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ. നമുക്കപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫിന് നമ്മൾ ജസ്റ്റ് ഗ്രാഫിൻ്റെ വരച്ചിട്ടുള്ള ഏരിയ അല്ലാതെ തന്നെ ദർ ആർ ലോട്ട്സ് ഓഫ് അപ്ലിക്കേഷൻസ് ഇൻ അവർ ഫിസിക്കൽ ലൈഫ്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ടെക്നിക്സൊക്കെ കാണാൻ പോവാണ്. സോ ഹിയർ വി ഹാവ് അവർ ഫസ്റ്റ് ആ ഒരു ഏരിയ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: How do we find the area of the region bounded above by the graph of a non-negative function? അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടാവണം. എന്താണ്? ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അതായത് ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് നമ്മുടെ എക്സ് ആക്സിസിന് മുകൾ ഭാഗത്ത് വരുള്ളൂ. അതായത് വൈ വാല്യൂ, ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാല്യൂ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ, ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഫംഗ്ഷൻ എവിടെ വരണം? എക്സ് ആക്സിസിന് മുകളിൽ വരണം, അതായത് ഗ്രാഫ്. അപ്പം ഏരിയ ഓഫ് ദി അപ്പോൾ ഏരിയ ബൗണ്ടഡ് എബവ് ബൈ ദ ഗ്രാഫ്. അപ്പോൾ ഈ ഏരിയ, ഈ കാണുന്ന ഒരു ഏരിയയുടെ മുകൾ ഭാഗം ആര് ബൗണ്ട് ചെയ്തിരിക്കുന്നു? ബൗണ്ടഡ് എബവ് ബൈ ഗ്രാഫ് ഓഫ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ്, ആൻഡ് below by the x-axis, and to the left and right ends by vertical lines x equal to a and x equal to b. അപ്പോൾ നോക്കുക, നമുക്കൊരു ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ഒരു റീജിയൻ ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗം ആര് ബൗണ്ട് ചെയ്തിരിക്കുന്നു? ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ചോട്ടിൽ ആരാ ബൗണ്ട് ചെയ്യുന്നത്? എക്സ് ആക്സിസ്. ലെഫ്റ്റിലും റൈറ്റിലും എക്സ് ഈക്വൽ ടു എ എന്നും എക്സ് ഈക്വൽ ടു ബി എന്നും പറയുന്ന രണ്ട് വേർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ we refer the area of the region as area under the graph of f on the interval closed interval ab. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോൾ, അത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓൺ ദി ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് നമ്മൾ പറയുമ്പോൾ we mean that the area is bounded above by the function. മുകൾ ഭാഗം എഫ് ഓഫ് എക്സ് കവർ ചെയ്യുന്നു, താഴ്ഭാഗം എക്സ് ആക്സിസ് കവർ ചെയ്യുന്നു. ഇവിടെ എക്സ് ഈക്വൽ ടു ബി എന്നും എക്സ് ഈക്വൽ ടു എ എന്നും പറയുന്ന വെർട്ടിക്കൽ ലൈൻസ് റൈറ്റിലും ലെഫ്റ്റിലും ആ ഏരിയയെ ബൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കളറിൽ കാണുന്ന ഈ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഈ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, വി നീഡ് സർട്ടൈൻ പ്രിപ്പറേഷൻസ്. നമ്മൾ ആ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, അതായിരുന്നു നമ്മുടെ ഫിഗർ അല്ലേ? ഈ ഫിഗറിനകത്തെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ ആദ്യം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കും. ആ കഷ്ണങ്ങളാക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് റെഗുലർ പാർട്ടീഷൻ. അപ്പോൾ നോക്കുക, ബൈ പാർട്ടീഷനിങ് ദി ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി യൂസിങ് n+1 ഈക്വൽ സ്പേസ്ഡ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും ഒരുവിധം ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗീകരിക്കുക അല്ലേ? അതിനെ കുറേ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പോൾ ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പ്രോപ്പർട്ടി പാർട്ടീഷനിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഇതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിനെ പാർട്ടീഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരിക്കലും ഒരു പാർട്ടിൽ ഉള്ള എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഒരു പാർട്ടിലുള്ള ഏരിയ എവിടെ വരില്ല? അടുത്ത പാർട്ടിൽ വരില്ല അല്ലേ? ഇപ്പോൾ അപ്പോൾ നമുക്കൊരു ലാൻഡ് ഒരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കാം. ഒരു പ്രോപ്പർട്ടി നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് കൊടുത്ത സ്ഥലത്തിൻ്റെ ബാക്കി അടുത്ത ആൾക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. രണ്ട് പേർക്കും ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. ഇവിടെ നമ്മുടെ ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്യുമ്പോഴും ഡിസ്ജോയിൻ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമുക്ക് പീസസ് ആക്കി മാറ്റാനായിട്ട് n+1 പോയിൻറ്റുകൾ, അപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിനെ പീസസ് ആക്കി മാറ്റാനായിട്ട് n+1 പോയിൻറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു.
നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാം. ഇവിടെ നമ്മളൊരു സ്പെസിഫിക് ആ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതിന് ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട്. എന്താണ്? n+1 ഈക്വലി സ്പേസ്ഡ്. നോക്കുക, യൂസിങ് n+1 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് x0, x1, x2, etc. xn-1, xn with the property that x0 is defined as a. അപ്പോൾ x0 a ആയിരിക്കും, xn b ആയിരിക്കും. ഇനി അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്ത് വരുന്നു. അതായത് x0 ഇവിടെ ഉണ്ടാവും, x1 ഇവിടെ, x2 ഇവിടെ, x3, x4, x5, x6, etc. xn-1, xn. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഏറ്റവും കുറഞ്ഞത് എ ആണ്. എയിൽ നിന്നും കൂടി ബിയിലേക്ക് എത്തുന്നത് പോലെ n+1 പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനകത്ത് x0 എന്ന് പറയുന്നത് എ തന്നെയാണ്, xn എന്ന് പറയുന്നത് ബിയും. ഇത്തരത്തിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്, ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നതിനെ is called a regular partition of closed interval AB. And we have some certain subintervals അല്ലേ? x0, closed interval x0, x1. നമുക്കിതിനെങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വരുമ്പോൾ, അതായത് ഇവിടെയൊക്കെ നമ്മൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ടാവും, ഇവിടെ ഒരു പാർട്ടീഷൻ വരും, ഇവിടെ ഒരു പാർട്ടീഷൻ വരും, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. നമ്മളിത് ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓരോ മുറിച്ച കഷ്ണങ്ങളും എന്ത് തന്നെയാണ്? ഓരോ സബ് ഇൻ്റർവെൽസ് ആണ്. ഓക്കെ, നമ്മൾ ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം സബ് ഇൻ്റർവെൽസ് തന്നെയാണ്. അപ്പോൾ x0, x1, x1, x2, x2, x3, etc. ക്ലോസ്ഡ് ഇൻ്റർവെൽ xn-1, xn with x0 equal to a and xn equal to b. അത് നമ്മൾ ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. x0 ഈക്വൽ ടു എയും xn ഈക്വൽ ടു ബിയുമായിരിക്കും. അതേപോലെ when we are asking what is a regular partition, നമ്മൾ ഡെഫിനേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. the width of each sub interval, ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് ഇതിനകത്ത് എത്രയായിരിക്കും? അപ്പോൾ നോക്കൂ, ഒരേപോലത്തെ 3 കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ എ ബി ബൈ 3 അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ എ ബിയെ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡിലിൽ വെച്ച് മുറിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം എ ബിയുടെ ലെങ്ത്തിൻ്റെ പകുതി എത്ര? 2 കഷ്ണം. അപ്പോൾ നമ്മൾ n പീസസ് ആക്കി മാറ്റുമ്പോൾ മൊത്തം എ ബി എന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിൻ്റെ ബൈ n. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആ ലെങ്ത് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡഡ് ബൈ n ആയിരിക്കും. ദിസ് പാർട്ടീഷൻ ലീഡ്സ് ടു ദി സബ് ഡിവിഷൻ ഓഫ് ദ റീജിയൻ എസ്. അതായത് ഈ റീജിയൻ എസിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഈ റീജിയൻ എസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ എസിനെ നോൺ ഓവർലാപ്പിംഗ് സബ് റീജിയൻസ് ആക്കി മുറിക്കും അല്ലേ? ഇപ്പോൾ ഓരോ x0ഉം നമുക്ക് ഇവിടെ ഒരു x0 വരുന്നു, ഇവിടെ ഒരു xn, x1, x2, etc. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മൊത്തത്തിലുള്ള എസിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ മുറിക്കും. അതിന് നമ്മൾ S1, S2, S3, etc. Sn എന്ന് പേര് വിളിക്കും. വേർ S1 ഈസ് ദി സബ് റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് F ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ x0, x1. അപ്പോൾ x0 മുതൽ x1 വരെയുള്ള റീജിയനെ നമ്മൾ എന്ത് പറയുന്നു? S1. അതായത് ഈ ഒരു റീജിയൻ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? S1 എന്ന് വിളിക്കും. ഇനി x1 മുതൽ x2 വരെയുള്ള റീജിയനെ നമ്മൾ S2 എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റീജിയൻ ആക്കി മാറ്റിയതിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കാണുന്നത്. നോക്കുക, x0 മുതൽ x1 ഉള്ള റീജിയൻ S1 ആയിട്ട് കാണിക്കുന്നു. ഇനി ഇതാ x0 മുതൽ x1 ആയിട്ടുള്ള റീജിയൻ S1, x1 മുതൽ x2 എന്ന റീജിയനെ നമ്മൾ S2 എന്ന് വിളിച്ചു. x2 മുതൽ x3 വരെയുള്ള റീജിയനെ S3 എന്ന് വിളിച്ചു. അങ്ങനെ നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ലാസ്റ്റ് സബ് ഇൻ്റർവെൽ xn-1, xn ഉണ്ടാക്കും. ആ x1 എസിനെ കംപ്ലീറ്റ് എസിനെ സബ് ഡിവൈഡ് ചെയ്തതിന് S1 എന്നും വിളിക്കുന്നു. അപ്പോൾ നോക്കുക, ആക്ച്വലി നമ്മുടെ ഈ മൊത്തം ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എന്ന് പറയുന്നത് S1 പ്ലസ് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര പ്ലസ് SK എക്സെട്ര Sn വരെയുള്ള ഓരോ സബ് റീജിയൻസിൻ്റെയും ഏരിയയുടെ സമ്മാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? അതായത്
ഏരിയ ഓഫ് S1 ഏരിയ എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? ഏരിയ ഓഫ് S1 ഈക്വൽ ടു ഏരിയ ഓഫ് R1. അപ്രോക്സിമേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ R1 എന്തായിരുന്നു? അപ്പോൾ ഓരോന്നിനകത്തും S1 ബൈ ദി ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ R1. ഈ R1 എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ് ചെയ്യാന്ന്. അപ്രോക്സിമേറ്റിംഗ് ഏരിയ ഓഫ് ദ സബ് റീജിയൻ S1 ബൈ ദി ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ R1 വിത്ത് ബേസ് x0, x1. ബേസ് ക്ലോസ്ഡ് ഇൻ്റർവൽ x0, x1ഉം ഹൈറ്റ് എഫ് ഓഫ് C1 ഹൈറ്റിൽ. ഈ C1 എന്ന പോയിന്റിന് നമ്മൾ ആർബിട്രറി ആയിട്ട് ഇതിനകത്തുനിന്ന് ഏത് പോയിന്റ് x0 മുതൽ x1 വരെയുള്ള ഏത് പോയിന്റും നമുക്ക് C1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിഡ് പോയിന്റ് എടുക്കുക എന്ന് വിചാരിക്കുക. മിഡ് പോയിന്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇത്രയും ആയിരിക്കും. ആ ഹൈറ്റിൽ ഈ ബേസിൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റിൽ, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു കുഞ്ഞു പോർഷൻ പോവും. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും മിഡിൽ പോയിൻറ്റിൻ്റെ ഹൈറ്റ് വെച്ച്, അപ്പോൾ ഇവിടെയാണെങ്കിൽ C1 സെൻറ്ററിലാണെങ്കിൽ ഏറ്റവും ഹൈറ്റുള്ള പോർഷനാണ് അതല്ലേ. അപ്പോൾ അവിടെ ഒരു റെക്റ്റാങ്കിൾ വരുമ്പോൾ ഗ്രാഫിന് പുറത്തേക്ക് കുറച്ച് പോയിന്റുകൾ നമ്മൾ അതെടുക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിലും S1 ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു C1 വെച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായി അപ്രോക്സിമേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് R1 എന്താണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എഫ് ഓഫ് C1 ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കി തരുന്ന ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കാം, x0 മുതൽ x1 വരെയുള്ള സബ് ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് C1. അപ്പോൾ C1 ഹൈറ്റിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിൻ്റെ ഏരിയ പ്ലസ് C2 x1ൻ്റെയും x2ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ നമ്മൾ C2 എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ C2 ഹൈറ്റിൽ എടുക്കുമ്പോൾ കുറച്ച് പോർഷൻ നമ്മൾ ഗ്രാഫിൻ്റെ ഇതൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്, എന്നാലും ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് റെക്റ്റാങ്കിളുകൾ, അതായത് n നമ്പർ ഓഫ് റെക്റ്റാങ്കുലർ റീജിയൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഏരിയ, അപ്പോൾ മൊത്തം എസിൻ്റെ ഏരിയ എന്താണ്? S1 ഏരിയ പ്ലസ് S2 ഏരിയ പ്ലസ് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് SN ഏരിയ എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഓരോ SIകളുടെ ഏരിയയും നമുക്ക് ആരുടെ ഏരിയ കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ RI എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായി അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എസിൻ്റെ ഏരിയയെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് കൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, if we denote the area of the region by S and A, അതായത് റീജിയൻ എസിൻ്റെ ഏരിയയെ നമ്മൾ A കൊണ്ടും ആൻഡ് ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി n റെക്റ്റാങ്കിൾസ് ബൈ AN, ഓരോ nth റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ നമ്മൾ AN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ n റെക്റ്റാങ്കിളുകൾ അങ്ങനെ എടുക്കാം, n റെക്റ്റാങ്കിളുകളുടെയും എല്ലാവരുടെയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഏരിയയെ നമ്മൾ AN എന്ന് വിളിക്കുകയാണെങ്കിൽ A can be approximated by AN, where AN equal to എന്താ? എല്ലാ R1 പ്ലസ് R2 പ്ലസ് R3, അതായത് ഏരിയ ഓഫ് R1 പ്ലസ് ഏരിയ ഓഫ് R2 പ്ലസ് ഏരിയ ഓഫ് R3 എക്സെട്ര പ്ലസ് ഏരിയ ഓഫ് RN. R1 ഏരിയ എന്തായിരുന്നു? ഈ ഡിസ്റ്റൻസ് അല്ലേ, ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് C1. ഇതിൻ്റെ ഏരിയ എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് C2. ഇവിടുത്തെ ഏരിയ എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് CK. ലാസ്റ്റ് വൺ ഡെൽറ്റ എക്സ് ഇൻറ്റു എഫ് ഓഫ് ബി അല്ലെങ്കിൽ എഫ് ഓഫ് CN. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുമ്പോൾ AN ഈക്വൽ ടു, ലാസ്റ്റ് ലൈൻ നോക്കുക, AN ഈക്വൽ ടു എഫ് ഓഫ് C1 ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഓഫ് C2 ഡെൽറ്റ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് CN ഡെൽറ്റ എക്സ്. നമുക്ക് അപ്പോൾ അതിനൊരു സമ്മേഷൻ രൂപത്തിൽ നമുക്ക് എഴുതാനറിയാം. സമ്മേഷൻ ഓവർ K ഈക്വൽ ടു 1 to n എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പോൾ നമ്മുടെ ഈ ഏരിയ അണ്ടർ ദി ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ റീജിയൻ S can be approximated by the area of the rectangles R1, R2, etc. Rn. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുള്ളൂ, എത്രത്തോളം അക്യുറേറ്റ് ആവുമെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടാമത് നമുക്ക് തന്നിട്ടുള്ളൊരു ഫിഗറിനകത്ത് നമ്മൾ അടുത്തൊരു കാര്യം കൂടി നോക്കാൻ പോവുകയാണ്. അതായത് ഇവിടെ നമുക്ക് എത്ര എണ്ണം എടുത്തിട്ടുണ്ട്? നമ്മൾ 5 പോയിൻറ്റുകൾ അല്ലേ, x0, x1,
x2, x3, x4, x5. അപ്പോൾ 6 പോയിന്റുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ 6 എണ്ണവും അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്നത് എത്രയാണ്? ഇവിടെ ഒരു ഇത്ര ഏരിയ വരുന്നുണ്ട്, ഇവിടെ ഒരു ഇത്ര ഏരിയ വരുന്നുണ്ട്, ഇവിടെ ഒരു ഇത്ര വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഗ്രാഫിൻ്റേതായ ഭാഗം നമ്മൾ വിട്ട് കളഞ്ഞു പോണത് ഒരു 3 പോർഷൻ. പക്ഷെ ഗ്രാഫിൻ്റേതല്ലാത്ത കുറേ ഭാഗങ്ങൾ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കൂ, എക്സ്ട്രാ വരുന്നതും കുറവാണ്, ഗ്രാഫിൻ്റെ ഏരിയ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് കുറച്ചും കൂടി ഫൈൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി, ഇപ്പോൾ ഇവിടെ 6 എടുത്തപ്പോഴത്തേനും ഇവിടെ നമ്മൾ 10 പോയിന്റുകൾ എടുത്തു. x0 മുതൽ x10 വരെ 10 പോയിന്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. n=5, ഇവിടെ n=10. 10 പോയിന്റുകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 10 റീജിയൻസ് ആക്കി നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ ഇരട്ടിയിലേക്ക് വന്നു അല്ലേ? n=5 നിന്നും n=10 വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊരു 20 ആക്കിയാലോ? അപ്പം മിക്കവാറും ഈ ഇത്രയും പോർഷൻ കുറച്ചും കൂടി അടുത്തടുത്ത് വരും, ഇവിടെ പുറത്തു പോയിരിക്കുന്നത് കുറയുകയും ചെയ്യും. അപ്പോൾ ആസ് n ഇൻക്രീസസ്, നമ്മൾ n ഇൻക്രീസ് ചെയ്യും തോറും നമ്പർ ഓഫ് സബ് റീജിയൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് അതിനടുത്ത് അപ്രോക്സിമേഷൻ കുറച്ചും കൂടിയും അടുത്തടുത്ത്, അതായത് നമ്മുടെ ഒറിജിനൽ ഏരിയയുടെ വാല്യൂവിനോട് അടുത്തേക്ക് വരും നമ്മുടെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഏരിയയും. അതാണ് നമ്മൾ പറയുന്നത്. അതായത് പാർട്ടീഷനിലെ നമ്പർ ഓഫ് പോയിൻറ്റ്സ്, പാർട്ടീഷൻ ചെയ്യാനെടുക്കുന്ന നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കുറേ സബ് ഇൻ്റർവെൽസ് ആക്കുക. ഇപ്പോൾ നമ്മൾ n=10 പകരം ഒരു 20 50 ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒറിജിനൽ റീജിയൻ്റെ ഏരിയയുമായിട്ട് കുറച്ചും കൂടി നല്ല അടുത്ത് കിടക്കുന്നൊരു അപ്രോക്സിമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മളിത് കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നിന് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലിമിറ്റിൻ്റെ വാല്യൂ കാണാൻ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ലിമിറ്റിംഗ് കൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഡെഫിനേഷൻ വരുന്നത്. ഏരിയ ഓഫ് ദ റീജിയൻ എസ് അണ്ടർ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ. നമുക്കിവിടെ വേണ്ടത് ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. അത് നിർബന്ധമാണ്, എഫ് കണ്ടിന്യൂസ് ആവണം, നോൺ നെഗറ്റീവ് ആവണം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. Suppose that closed interval AB is divided into n subintervals of equal length. അപ്പോൾ n subintervals of equal length. Each subinterval is of length b minus a by n. By means of n+1 equally spaced points, a equal to x0 less than x1, less than or equal to അല്ല, strictly less than x1, less than x2, etc. less than xn equal to b. അപ്പോൾ ആദ്യത്തെ പോയിന്റ് x0 ഈക്വൽ ടു a ആയിരിക്കണം, xn ഈക്വൽ ടു ബിയും ആയിരിക്കണം. ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നോർമൽ പാർട്ടീഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇഫ് വി ഹാവ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1, നമ്മളിതിനെ ഈക്വലി സ്പേസ്ഡ് 10 സബ് ഇൻ്റർവെൽസ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 0, 0.1, 0.2, 0.3, etc. 0.9, 1. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1ൻ്റെ n=10 ആയിട്ടുള്ള പാർട്ടീഷൻ. ഓരോന്നിൻ്റെയും ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ഈക്വലാണ് അല്ലേ? 0യിൽ നിന്നും 1ലേക്കുള്ള ഡിസ്റ്റൻസും 0യിൽ നിന്നും 1ലേക്ക് .1ലേക്കുള്ള ഡിസ്റ്റൻസും 0.1ൽ നിന്നും 0.2ലേക്കുള്ള ഡിസ്റ്റൻസും എല്ലാം തന്നെ ഈക്വലാണ്. അപ്പോൾ ഈച്ച് സബ് ഇൻ്റർവൽ ഈസ് ഓഫ് ലെങ്ത് എത്രയാണ്? 1/10. അതായത് 1 - 0/10. 1/10 ആണ് ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെങ്ത് വരിക. അങ്ങനെ നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്യുന്നു. ദെൻ ദി ഏരിയ ഓഫ് ദ റീജിയൻ എസ്, that is lies under the graph of f on closed interval AB is capital A equal to limit n tends to infinity an. What is an? An is summation over k equal to 1 to n f of ck into delta x. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താണെന്ന് എടുക്കാം? a equal to limit n tends to infinity k equal to 1 to n f of ck into delta xk, where ck lies in the kth sub interval. ശരിക്കും നമുക്ക് ckയെ മിഡ് പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം.
ഈ kth സബ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ kth സബ് ഇൻ്റർവെല്ലിൻ്റെ ഫോം എന്തായിരുന്നു? xk -1, xk. ഇതാണ് നമ്മുടെ kth സബ് ഇൻ്റർവെൽ. ഇതിനകത്ത് ck വേണമെങ്കിൽ xk ആവാം, xk -1 ആവാം, xk ആവാം. ഇൻ ബിറ്റ്വീനിലുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും ആവാം ck നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ല. നമ്മൾ കൺവീനിയൻസിന് എപ്പോഴും എടുക്കാറ് മിഡ് പോയിൻ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ ck ആയിട്ട് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കുക. Let f be a continuous non-negative function defined on an interval closed interval ab. Suppose that closed interval ab is divided into n subintervals of equal length delta x equal to b minus a by n by means of n plus 1 equally spaced points a equal to x0 less than x1 less than x2 etc. less than xn equal to b. Then the area of the region S that lies under the graph of f on closed interval ab is capital A equal to limit n tends to infinity an, which is equal to limit n tends to infinity summation k equal to 1 to n f of ck into delta xk, where ck lies in the kth subinterval closed interval xk minus 1 comma xk. Now ഇനി നമുക്ക് ഏരിയയും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരാം. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്കൊരു വെലോസിറ്റി ഫംഗ്ഷൻ v ഉണ്ട്, വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓഫ് എ കാർ ട്രാവലിംഗ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് വി ഓഫ് ടി ഗ്രേറ്റ്. ഇത് നമുക്ക് വെലോസിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ പോകുന്നൊരിത്. ദെൻ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ബിറ്റ്വീൻ ടി ഈക്വൽ ടു എ ആൻഡ് ടി ഈക്വൽ ടു ബി, അതായത് ടൈം എ എന്ന് പറഞ്ഞ ടൈം തൊട്ട് ബി എന്ന് പറഞ്ഞ ടൈം വരെ കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് is numerically equal to the region under the graph of the velocity function on closed interval ab ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ്, ഇഫ് വി ഈസ് ദ വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ മൂവിങ് ഒബ്ജെക്റ്റ്, കാർ ആവണമെന്നില്ല, മൂവിങ് ഒബ്ജെക്റ്റ് എന്നെടുത്താൽ മതി, വിച്ച് ഈസ് കണ്ടിന്യൂസ്. then the distance covered by the object from time t equal to a to time t equal to b is the area of the region under the velocity function on closed interval ab ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ, നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ എന്ത് ചെയ്യുന്നു, വി ആർ സബ് ഡിവൈഡിങ് അവർ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ നമ്മളിവിടെ സബ് ഡിവൈഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ്, n സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. n ഈക്വൽ ടു ഇപ്പോൾ ടി നോട്ട് ഈക്വൽ ടു എ, ടി വൺ ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ ടി, ടി ടു ഈക്വൽ ടു എ പ്ലസ് ടു ഡെൽറ്റ ടി എക്സെട്ര. അങ്ങനെ നമ്മൾ കൂട്ടി വരുമ്പോഴാണ് ടി എൻ ഈക്വൽ ടു ബിയിലേക്ക് എത്തുക. അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്ത് ഓരോ നമ്മളൊരു പർട്ടിക്കുലർ സി കെയെ നമ്മുടെ ഈ പോയിൻറ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ റെക്റ്റാങ്കിൾസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നോക്കുക, ഒബ്സർവ് ദാറ്റ് ആസ് n ഗെറ്റിംഗ് ലാർജർ, നമ്മൾ n കൂട്ടി വരുമ്പോൾ ഈ ഇൻ്റർവെൽസ് എന്തായി മാറും, ഭയങ്കര കുഞ്ഞു ഇൻ്റർവെൽസായി മാറും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കൂ, നമ്മുടെ n ഈക്വൽ ടു 10 ആയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 നമ്മൾ 10 എണ്ണാക്കി ഡിവൈഡ് ചെയ്തപ്പോൾ 0, 0.1, 0.2 എക്സെട്ര എന്ന് കിട്ടി. നമ്മളിതിനെ ഒന്നും കൂടി ചെറുതാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ 0, 0.05, 0.1, 0.15, 0.2, 0.25, 0.3. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ 20 പോയിൻറ്റുകളായി. അപ്പം നേരത്തെ 0,1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിന് പകരം ആദ്യത്തെ ഇൻ്റർവെൽ കുറച്ചും കൂടി ചെറുതാണ്, അതിൻ്റെ നേർപകുതി ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ എന്നിൻ്റെ എണ്ണം കൂട്ടും തോറും ഇൻ്റർവെല്ലുകളുടെ ലെങ്ത്ത് എന്തായി വരും, കുഞ്ഞിതായി വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേപോലെ
ഫസ്റ്റ് ഇൻ്റർവെല്ലിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക വി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ വി ഓഫ് C1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എടുക്കാം. അതായത് വളരെ ചെറിയൊരു ഇടവേളയിൽ, അതായത് വളരെ ചെറിയൊരു സബ് ഇൻ്റർവെൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സബ് ഇൻ്റർവെല്ലിനകത്ത് നമ്മുടെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതൊന്ന് മാറുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത് എവിടെ വെച്ചാണ് അവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്ത് അടുത്ത സബ് ഇൻ്റർവെൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞു സബ് ഇൻ്റർവെൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ ഓരോ സബ് ഇൻ്റർവെല്ലിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വി ഓഫ് C1 ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സ് പറയുന്നില്ല, ടൈം ആയ കാരണം ഡെൽറ്റ ടി എന്ന് പറയുന്നു. സോ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മൊത്തം വി ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് കെ അല്ലെങ്കിൽ ഡെൽറ്റ എക്സുകളുടെ സം ആയിരിക്കും. ദാറ്റ് ഈസ് the distance travelled by the car from t equal to a to t equal to b is approximately equal to v of C1 into delta t plus v of C2 into delta t plus etc plus v of Cn into delta t which is equal to summation over k equal to 1 to n v of Ck into delta t. നമുക്ക് ഡെൽറ്റ എക്സിന് പകരം നമ്മളിവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നു. ഇനി നമ്മൾ എന്നിനെ കുറച്ചും കൂടിയും ലാർജർ ആക്കുകയാണ്. ഇഫ് എൻ ഈസ് ഗെറ്റിംഗ് ലാർജർ, അപ്പോൾ നമ്മളിതിനെ എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ദെർഫോർ സമ്മേഷൻ k ഈക്വൽ ടു 1 to n v of Ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇതെന്ത് തന്നെയാണ്? വിച്ച് ഈസ് ദി ഏരിയ അണ്ടർ ദി വെലോസിറ്റി ഫംഗ്ഷൻ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ അണ്ടർ ദ റീജിയൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന സാധനം എന്തായിരുന്നു? ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഏരിയ അണ്ടർ ദിസ് റീജിയൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ ടു 1 to n v ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദി വെലോസിറ്റി ഫംഗ്ഷൻ. വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയയാണ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. വെലോസിറ്റി ഫംഗ്ഷൻ തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഗ്രാഫ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി ഗ്രാഫ് അണ്ടർ ദിസ് ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദിസ് ഗ്രാഫ്. അത്രയും ഓർത്താൽ മതി കേട്ടോ. ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സൈക്ലിസ്റ്റിനാണ് തന്നെ, നമ്മളൊരു കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈക്ലിസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. ടൈം ലാപ്സ് നോക്കൂ. ടൈം 0 to 32, 0 സെക്കൻഡ് മുതൽ 32 സെക്കൻഡ്സ് വരെ 4 ഡിസ്റ്റൻസിലാണ്. 0, 4, 8, 12, 16, 20, 24, 28, 32. അതിനകത്ത് ഓരോ സമയത്തെയും സ്പീഡ് തന്നിട്ടുണ്ട്. ഇഫ് വി ഡിനോട്ട് ദ വെലോസിറ്റി ഫംഗ്ഷൻ associated with the motion of the cyclist over the time interval 0 to 32, then the value of v is available to us only at a discrete set of numbers, even though v is clearly continuous function defined on the interval using the equation 2. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ ഈ ടൈപ്പിലുള്ള ഈ ഇക്വേഷനെ ആയിരിക്കണം. ഇക്വേഷൻ 2, find the approximate distance d covered by the cyclist from t equal to 0 to t equal to 32 using നോക്കൂ 8 rectangles and choosing CK to be the left end point of the kth subinterval. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഇൻ്റർവെൽ xk-1, xkയിലെ xk എടുക്കാം, നമുക്ക് xk-1 എടുക്കാം, മിഡിൽ പോയിൻ്റ് എടുക്കാം. ആ 3 കാര്യങ്ങൾ തന്നെയാണ് അവർ നമ്മളോട് പറഞ്ഞത്. ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എടുക്കുക, റൈറ്റ് എൻഡ് പോയിൻ്റ് എടുക്കുക, മിഡ് പോയിൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ്. അപ്പോൾ അപ്രോക്സിമേഷൻ ടു ദ ഗ്രാഫ് ഓഫ് വി, നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതിനകത്ത് 0 ആകുമ്പോഴുള്ള വാല്യൂ, 4 ആകുമ്പോൾ, 8 ആകുമ്പോൾ, 12 ആകുമ്പോൾ, അത് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എക്സാമിന് വരുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? an approximation, yes, 8 rectangles with t0 equal to 0, t1 equal to 4, t2 equal to 8, etc., t8 equal to 32. ആൻഡ് നമ്മളോട് ഇവിടെ പറഞ്ഞത് ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ് എടുക്കാനാണ് അല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെൽ ഏതായിരുന്നു? അപ്പോൾ ഇവിടെ x1 ഫസ്റ്റ് ഇൻ്റർവെൽ തന്നെ എന്താ വരിക? വി ഹാവ് t0 equal to 0, അപ്പോൾ ഇവിടെ നമ്മുടെ പോയിൻറ്റുകൾ ഇങ്ങനെയാണ്. അപ്പോൾ സബ് ഇൻ്റർവെൽസ് ഈ രീതിക്കാണ് വരിക. ഇതിനകത്ത് നമുക്കിനി എന്താ വേണ്ടത്? ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 0, 4, 8, എക്സെട്ര 28 ഇതൊക്കെയാണ് നമ്മുടെ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ c0 ഈക്വൽ ടു 0, c2 ഈക്വൽ ടു 4 ആൻഡ് c2 ഈക്വൽ ടു 4, c3 ഈക്വൽ ടു 8, c8 ഈക്വൽ ടു 28. അങ്ങനെയാണെങ്കിൽ d ഈക്വൽ ടു സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to 8 v ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇൻ്റർവെല്ലിൻ്റെ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരുന്നു 4 ഡിസ്റ്റൻസ് വരുന്നത്. ഇത് 4 ഡിസ്റ്റൻസ് വരുന്ന രീതിക്കാണ് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തത് എന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഹിയർ ഡെൽറ്റ ടി ഈക്വൽ ടു 4. ഡെൽറ്റ ടി 4 ആണ് എല്ലാ കേസിലും. അപ്പോൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to 8 വി ഓഫ് ടി കെ മൈനസ് 1 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. വി ഓഫ് ടി കെ മൈനസ് 1 ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയ കാരണം ഈ കെ മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ വി ഓഫ് t0, t1, t2, t3, എക്സെട്ര t7 വരെയുള്ള പോയിൻറ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. t8 എടുക്കില്ല. അപ്പോൾ ഓരോന്നിലും ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന നമ്മൾ ടേബിളിൽ നമുക്കറിയാം വി ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്, വി ഓഫ് 4 എന്ന് പറയുന്നത് 4 ആണ്, വി ഓഫ് 8 എന്ന് പറയുന്നത് 6 ആണ്, വി ഓഫ് 12 ഈസ് 10, വി ഓഫ് 20 ഈസ് 12 or 13, 12, 24 is 14, v of 24 is again 10 and v of 28 is 6 അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ആ വാല്യൂസൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വാല്യൂ കണ്ടുപിടിക്കുക. 264 എന്ന് കിട്ടും. നമ്മൾ എന്താ ചെയ്തത്? വി ഓഫ് സി കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂ ആണ് അത് കേട്ടോ. നേരത്തെ ടേബിളിൽ ഈ ചോട്ടി തന്നിട്ടുള്ള വാല്യൂസാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? വി ഓഫ് സി കേസ് ആയിട്ട്. അതായത് വി ഓഫ് 0 ഈക്വൽ ടു 2, വി ഓഫ് 4 ഈക്വൽ ടു 4, വി ഓഫ് 8 ഈക്വൽ ടു 6, വി ഓഫ് 12 ഈക്വൽ ടു 10, വി ഓഫ് 16 ഈക്വൽ ടു 12, വി ഓഫ് 20 ഈക്വൽ ടു 14, വി ഓഫ് 24 ഈക്വൽ ടു 10, വി ഓഫ് 28 ഈക്വൽ ടു 8. ആ വാല്യൂസ് നമ്മളിവിടെ നമ്മുടെ ഓരോ വി ഓഫ് സി കെകൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2, 4, 6, 10, 12, 14, 10, again 8. അപ്പോൾ മൊത്തം നമ്മുടെ സൈക്ലിസ്റ്റ് കവർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഒരു കേസിൽ നമ്മൾ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റുകളെ സി കെ ആയിട്ട് എടുക്കുമ്പോൾ 264 ഫീറ്റ് എന്ന് കിട്ടും. ഇനി സെയിം പാർട്ടീഷനകത്ത് സി കെകൾ നമ്മൾ റൈറ്റ് എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ റൈറ്റ് എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ റൈറ്റ് എൻഡ് പോയിൻറ്റ്സ് 4. അപ്പോൾ c0 ഈക്വൽ ടു 4, c1 ഈക്വൽ ടു 4, c2 ഈക്വൽ ടു 8, c3 ഈക്വൽ ടു 12. അങ്ങനെ നമ്മൾ ഇവിടെ പോയിൻറ്റ്സ് എടുക്കുന്നു കണ്ടോ. c1 ഈക്വൽ ടു 4, 8, 12, എക്സെട്ര c8 ഈക്വൽ ടു 32. എഗെയിൻ നമ്മുടെ ആ ഫോർമുലയിലേക്ക് ഇതൊക്കെ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി കെ എന്ന് പറയുന്നത് എല്ലാവരുടെയും കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ കെ എല്ലാവരുടെയും കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ ടി എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ 4. അപ്പോൾ ഇത് 280 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? യെസ്, മിഡിൽ പോയിൻ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ ഏതായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെൽ 0 to 4. 0 to 4ൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും അല്ലേ? നമ്മൾ മിഡിൽ പോയിൻ്റ് എടുക്കാനല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്? യെസ്, ഇവിടെ നോക്കുക n ഈക്വൽ ടു 4 മതി, 4 ഇൻ്റർവെല്ലുകളാക്കിയാൽ മതി.
അപ്പം ഇതിന് 4 ഇൻ്റർവെല്ലുകളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 8, 8 to 16, 16 to 24 and 24 to 32. ഇതാണ് 4 ഇൻ്റർവെല്ലുകൾ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-8, ക്ലോസ്ഡ് ഇൻ്റർവെൽ 8-16, ക്ലോസ്ഡ് ഇൻ്റർവെൽ 16-24, ക്ലോസ്ഡ് ഇൻ്റർവെൽ 24-32. അപ്പോൾ ഇവരുടെ മിഡ് പോയിൻറ്റുകൾ ആരായിരിക്കും? 4, 12, 20, 28. അതൊക്കെയാണ് നമ്മുടെ ഇവിടെ 4 മിഡ് പോയിൻറ്റുകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഞാൻ അത് മായ്ച്ച് കളയാണേ. നമ്മുടെ ഇവിടെ എടുത്ത 3 എൻ പോയിൻറ്റ്സ് നോക്കൂ. എന്തൊക്കെയാണ്? C1 ഈക്വൽ ടു 4, C2 ഈക്വൽ ടു 12, C3 ഈക്വൽ ടു 20 ആൻഡ് C4 ഈക്വൽ ടു 28. അപ്പോൾ 4 ഇൻ്റർവെല്ലുകളാക്കി മാറ്റുമ്പോൾ, അതായത് മൊത്തത്തിലുള്ള ലെങ്ത്ത് നമ്മുടെ എത്രയായിരുന്നു? 20, 32. അപ്പോൾ 32 minus 0 divided by 4. 32 by 4 is 8. Therefore, delta t equal to 8. ഇവിടെ ഡെൽറ്റ ടി 8 ആണ് വരിക. അപ്പം നമ്മുടെ ഡിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഈക്വൽ ടു 1 to 4 വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. ഓരോ ഡെൽറ്റ ടിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടേബിളിൽ നിന്നും. V4, V12, V20, V28 നോക്കി നമുക്ക് എടുക്കാം. 288. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എടുത്തപ്പോഴും റൈറ്റ് എൻഡ് പോയിൻ്റ് എടുത്തപ്പോഴും 264 ഒരു കേസിൽ വന്നു, 280 ഒരു കേസിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ 288. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ചും സി കെയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചും ഒക്കെ നമ്മുടെ ഈ ഏരിയയുടെ അപ്രോക്സിമേഷൻ എന്ത് ചെയ്യും? വ്യത്യാസം വരും. അപ്പോൾ എൻ ഇൻക്രീസ് ചെയ്യുക, സി കെയുടെ പൊസിഷൻ മിഡ് പോയിൻറ്റിലാക്കി, അതായത് മാക്സിമം എൻ നമുക്ക് കൂട്ടിയെടുക്കുകയും സി കെകൾ മിഡ് പോയിൻ്റായിട്ട് ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാറ്. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്കിതിൻ്റെ കുറച്ചും കൂടിയും ഹയർ സെക്ഷനിലേക്കാണ് പോകാനുള്ളത്. തൽക്കാലം നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.